ധീരത ധീരത എന്നാൽ ഭയമില്ലായ്മ എന്നല്ല, ഭയമുണ്ടായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ വാക്കുകൾ സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു അത്ഭുത വനിതയുടെ കഥയാണിത്. മനുഷ്യനെ വേട്ടയാടിയ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ അധ്യായം ഹോളോകോസ്റ്റ്. അഡോൾഫ് ഹിറ്റ്ലറുടെ ഭ്രാന്തമായ വംശീയ വെറുപ്പ് നാസിസമായി യൂറോപ്പിലകെ പടർന്നപ്പോൾ ലക്ഷോപലക്ഷം ജൂതജനങ്ങളാണ് അഗ്നിയിൽ ഹോമിക്കപ്പെട്ടത്. അവിടെ ആ ഇരുട്ടിന്റെ താഴ്വാരയിൽ ഒരു കൊച്ചു വെളിച്ചമായി, മനുഷ്യത്വത്തിന്റെ ദീപമായി ഒരാൾ ജ്വലിച്ചു നിന്നു. ഐറീന സെല്ലർ. വെറുപ്പിന്റെ മതിലുകൾ തകർത്തെറിഞ്ഞ ഈ ധീരവനിതയുടെ കഥ ഓരോ മനുഷ്യർക്കും ഒരു പാഠമാണ്. ലോകം ഇരുട്ടിലാണ്ടുപോയ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒരു ഏകാംഗ സൈന്യത്തെ പോലെ പ്രവർത്തിച്ച ഐറീന സെല്ലർ. ആരാണ് ഈ വനിത? എന്തിനാണ് ലോകം ഇന്നും അവരെ ഓർക്കുന്നത്? പോളണ്ടിലെ ഒരു ഡോക്ടറുടെ മകളായി ജനിച്ച ഐറീന ചെറുപ്പം മുതലേ വേദനിക്കുന്നവർക്ക് വേണ്ടി ശബ്ദമുയർത്തി. പോളണ്ടിലെ വാർസോ ഗേറ്റോ അത് വെറും ഒരു മതിലല്ലായിരുന്നു, ജീവനുള്ള മനുഷ്യരെ കൂട്ടിലടിച്ച ഒരു ശവപ്പറമ്പായിരുന്നു. പട്ടിണിയും രോഗങ്ങളും കാരണം ആയിരക്കണക്കിന് ആളുകൾ അവിടെ മരിച്ചു വീണു. ഈ ഭീകരത കണ്ട ഐറീന വെറുതെ ഇരുന്നില്ല. ഒരു അണുബാധ നിയന്ത്രണ നഴ്സിന്റെ വാചരകൾ ഉപയോഗിച്ച് അവർ ഗേറ്റോയിൽ പ്രവേശിച്ചു. തന്റെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞിട്ടും അവർ ജൂതന്മാരുടെ രക്ഷയ്ക്കായുള്ള രഹസ്യ സംഘടനയായ സെഗോട്ടയുടെ ഭാഗമായി പ്രവർത്തിച്ചു. ഐറീനയുടെ ദൗത്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: കുഞ്ഞുങ്ങളെ രക്ഷിക്കുക. ഓരോ രക്ഷാപ്രവർത്തനവും മരണത്തെ മുഖാമുഖം കണ്ടുള്ളതായിരുന്നു. ചില കുഞ്ഞുങ്ങളെ തുണിക്കിടയിൽ പൊതിഞ്ഞ് ആംബുലൻസുകളെ രഹസ്യറകളിലേക്ക് കടത്തി. ചിലരെ ടൂൾസ് ബോക്സുകളിലും മാലിന്യം കൊണ്ടുപോകുന്ന വണ്ടിക്കുള്ളിലും ഒളിപ്പിച്ചു. ഒരു 6 മാസം പ്രായമായ കുഞ്ഞിനെ അവർ പുറത്തെത്തിച്ചത് ഒരു മരം മറക്കുന്ന പെട്ടിക്കുള്ളിൽ ഒളിപ്പിച്ചായിരുന്നു. എന്നാൽ ഐറീനയുടെ ഏറ്റവും വലിയ രഹസ്യം അതായിരുന്നില്ല. താൻ രക്ഷിച്ച ഓരോ കുഞ്ഞിന്റെയും യഥാർത്ഥ പേരും അവർ ഒളിപ്പിച്ച സ്ഥലവും ഐറീന സിഗരറ്റ് പേപ്പറുകളിൽ എഴുതി ചെറിയ കുപ്പുകളിലാക്കി ഒരു ആപ്പിൾ മരച്ചുവട്ടിൽ രഹസ്യമായി കുഴിച്ചിട്ടു. യുദ്ധശേഷം അവരെ മാതാപിതാക്കളുമായി ഒന്നിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. 1943 ഐറീന അറസ്റ്റിലായി. ഗെസ്റ്റപ്പോയുടെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റിട്ടും അവർ ഒരിക്കലും രഹസ്യം വെളിപ്പെടുത്തിയില്ല. വധശിക്ഷയ്ക്ക് വിധിച്ച ഐറീനയെ സെഗോട്ടയിലെ സഹപ്രവർത്തകർ കൈക്കൂലി നൽകി അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. യുദ്ധം കഴിഞ്ഞപ്പോൾ അവർ ആ കുപ്പികൾ കണ്ടെടുത്തു. 2500ഓളം കുട്ടികളെ അവരുടെ കുടുംബാംഗങ്ങളുമായി ചേർത്തു. ഐറീന സെല്ലറെ ലോകം കണ്ട ഏറ്റവും വലിയ രക്ഷകരിൽ ഒരാളായി കണക്കാക്കുന്നു. തന്റെ മഹാപ്രവർത്തികളൊന്നും അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ല. വർഷങ്ങൾക്ക് ശേഷം ഈ കഥ പുറത്തു വന്നപ്പോൾ അവർ ഒരിക്കലും സ്വയം നായികയായി ചമഞ്ഞൊന്നുമില്ല. അവരുടെ വാക്കുകൾ എപ്പോഴും വിനയം നിറഞ്ഞതായിരുന്നു. താൻ ചെയ്തത് ഒരു വലിയ കാര്യമല്ല, സഹായം ആവശ്യമുള്ളപ്പോൾ ആരെങ്കിലും ഒരാൾ പ്രവർത്തിക്കണം, അത്രമാത്രം. എന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാൻ ഇപ്പോഴും ഒരു പരാജയമാണ്, കാരണം എനിക്ക് കൂടുതൽ കുട്ടികളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഐറീന സെല്ലർ. ലോകം മറന്നുപോകാമായിരുന്ന 2000-ലധികം ജീവിതങ്ങൾക്ക് വെളിച്ചം പകർന്ന വാർസോയിലെ മാലാഖ. അവരുടെ ജീവിതം നമ്മോട് പറയുന്നു: വെറുപ്പ് അതെത്ര വലുതായാലും സ്നേഹത്തിന്റെ ഒരൊറ്റ കൈസഹായത്തിന് അതിനെ മറികടക്കാൻ കഴിയും.